അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാൽക്കപ്പയും ബീഫ് വറ്റിച്ചതും തയ്യാറാക്കാം. ആദ്യം ബീഫ് വറ്റിച്ചെടുക്കാം. അതിനായി 3 ഇടത്തരം വലിപ്പത്തിലുള്ള സവാളയും 2 വലിയ തക്കാളിയും ചെറുതായി മുറിച്ചെടുക്കാം. പിന്നെ 4 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചതച്ചെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും. പിന്നെ 400 ഗ്രാം ബീഫാണ് ഞാൻ എടുത്തത്. ഇത് 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി ഇതൊക്കെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഞാൻ എടുത്തത് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. നമ്മൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതാണെങ്കിൽ അളവ് കുറക്കണം. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് കൂട്ടിയിട്ടാൽ മതി. ഇനി ഇതൊക്കെ കൂടെ ഒന്നിച്ച് കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇതിന് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കുന്നതാണ്. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഇത് വേവിച്ച് വറ്റിച്ചെടുക്കാം. കുറച്ച് എല്ലുള്ള ബീഫാണ് ഇതിന് നല്ലത്. ഇത് പകുതി സവാളയും പകുതി ചെറിയ ഉള്ളി ഇട്ടാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി ഇത് വേവാൻ വെക്കാം. കപ്പ നന്നായി വേവിച്ച് വെള്ളം ഊറ്റിയെടുത്ത് ഒന്ന് ഉടച്ചെടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്. 1/2 കപ്പ് ചെറിയുള്ളിയും 2 പച്ചമുളകും 2-3 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഇത് കപ്പക്ക് വേണ്ടതാണ്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. ബീഫ് വറ്റിക്കാനും വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്താൽ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ചെറിയുള്ളി മിക്സ് ഒന്ന് ചേർക്കാം. എരിവ് കുറഞ്ഞ പച്ചമുളകായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്തത്. അതൊന്ന് മൂത്താൽ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച കപ്പ ചേർക്കാം. തേങ്ങയുടെ കട്ടിയുള്ള 1ാം പാൽ ഇതൊന്ന് വറ്റി വന്നാലാണ് ചേർക്കേണ്ടത്. അതുപോലെ കിഴങ്ങ് ഉടക്കുമ്പോൾ കൂടുതൽ കുഴഞ്ഞു പോകരുത്. ഇതുപോലെ കുറച്ച് പീസസ് വേണം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കട്ടിയുള്ള തേങ്ങാപ്പാൽ 1ാം പാൽ ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയില ചേർക്കരുത്. ഇനി ചെറുതായി തിള വന്നാൽ ഓഫാക്കാം. ഇനി നമുക്ക് വെന്ത ബീഫ് ഒന്ന് വറ്റിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചതച്ചു വെച്ച വെളുത്തുള്ളിയും അല്പം തേങ്ങാക്കൊത്തും
ഇതൊക്കെ ഒന്ന് മൂത്താൽ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. ഇനി വെന്ത ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇടത്തരം തീയിൽ വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ഗീ, ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഗീയാണ് ചേർത്തത്. കൂടുതൽ വേണ്ടവർക്ക് അത് 1.5 ടീസ്പൂണോളം ചേർക്കാം. പക്ഷെ ഇതിന് ഇത്രയും മതിയാകും. തീ കുറച്ച് മൂടി വെച്ച് കൊടുക്കാം. അല്പം മല്ലിയില കൂടി ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ പാൽക്കപ്പയും ബീഫ് വറ്റിച്ചതും തയ്യാറായി. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അതുപോലെ പാൽക്കപ്പയുടെ കൂടെ ഇതുപോലെ ബീഫ് വറ്റിച്ചത് നല്ല കോമ്പിനേഷനാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വിഭവമായി വരാം. താങ്ക് യു.